അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഫുറൂഉൽ ഫിഖ്ഹിൽ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഗ്രന്ഥകാരൻ വിവരിക്കവേ ഉണർത്തവേ അഞ്ചാമത്തെ ഷർത്ത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഗ്രന്ഥകാരൻ തുടർന്ന് ആറാമത്തെ ഷർത്ത് അതാണ് വിശദീകരിക്കുന്നത്. അസ്സാദിസു അന്നിയ്യ മുഖാരിനതും ലിത്തഅബീർ. അസ്സാദിസു ആറാമത്തേത്, അന്നിയ്യതു നീയത്താകുന്നു, മുഖാരിനതുൻ ലിത്തഅബീർ നീയത്ത് ചേർന്ന് വരണം തഅബീറിനോട്. തഅബീർ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കലാകുന്നു. നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുന്നതിനെയാണ് ഇവിടെ ഗ്രന്ഥകാരൻ അത്തഅബീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീയത്ത് അത് മുഖാരിനത്തുൽ ലിത്തഅബീർ, അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന നിലയിലായിരിക്കണം. അല്ലാഹു അക്ബറിനോട് ചേർന്ന് നീയത്താവുക എന്നുള്ളത് നിർബന്ധമൊന്നുമല്ല, അത് ഇസ്തിഹ്ബാബൻ എന്ന് പറയും ഫുഖഹാക്കൾ, പ്രതിഫലാർഹമാണ്. എന്നാൽ നീയത്തിന് തൊട്ടു മുമ്പ് നീയത്താവൽ അനുവദനീയമാണ്. നീയത്ത് അതിൽ നിന്നുള്ള ക്രിയയാണ് നവ. നവ എന്ന് പറഞ്ഞാൽ കരുതി, ഉദ്ദേശിച്ചു. നീയത്ത് കരുതൽ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അദ്ദീൻ എന്ന് പറഞ്ഞാൽ ദുആ അല്ലെങ്കിൽ കീഴ്വണക്കം, അത് അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിന് ഇബാദത്തെടുക്കുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ആ ഇഖ്ലാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഇന്നമൽ അഅമാൽ തീർച്ചയായും കർമ്മങ്ങൾ ബിന്നിയാത്ത് നീയത്തുകൾ കൊണ്ടാണ് ശരിയാകുന്നതും സ്വീകാര്യയോഗ്യമാകുന്നതും. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ നീയത്ത് ചെയ്തത് മാത്രമാണ് ഉള്ളത്. നീയത്ത് അത് നമസ്കാരത്തിൻ്റെ ഷർത്താണോ അതല്ല നമസ്കാരത്തിൻ്റെ റുക്നാണോ? ചില പണ്ഡിതന്മാർ നമസ്കാരത്തിൻ്റെ റുക്നിലാണ് നീയത്തിനെ എണ്ണിയിട്ടുള്ളത്. മറ്റു ചിലർ, ഇവിടെ ഗ്രന്ഥകാരനെ പോലുള്ളവർ, നമസ്കാരത്തിൻ്റെ ഷർത്തുകളിലാണ് നീയത്തിനെ എണ്ണിയിട്ടുള്ളത്. എന്തായാലും നമസ്കാരത്തിൽ ശരിയാകുവാനും സ്വീകാര്യയോഗ്യമാകുവാനുമുള്ള അവിഭാജ്യ ഘടകമാണ് നീയത്ത് എന്നതിൽ തർക്കമല്ല. ഇവിടെ ഗ്രന്ഥകാരൻ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 6 എണ്ണുകയുണ്ടായി. അത് നമ്മളിവിടെ മനസ്സിലാക്കി. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി കൈവരിക്കൽ, നമസ്കാര സമയമാവൽ, ഔറത്ത് മറക്കൽ, നജസിൽ നിന്ന് വൃത്തിയാകൽ, ഖിബ്ലക്ക് അഭിമുഖമാകൽ, പിന്നെ നീയത്ത്. 6ാമത്തെ ഷർത്തായിട്ടാണ് നീയത്തിനെ മനസ്സിലാക്കിയത്. ഫുഖഹാക്കളിൽ ഒരു വിഭാഗം ഷർത്തുകൾ 5 എണ്ണിയിട്ടുണ്ട്. അവർ നീയത്തിനെ കൂടാതെയാണ് 5 ഷർത്തുകളെ എണ്ണിയത്. നീയത്തിനെ അവർ നിസ്കാരത്തിൻ്റെ റുക്നുകളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിസ്കാരത്തിൻ്റെ റുക്നുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി വഴിയെ പഠിക്കാനുള്ളതാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, അതേപോലെ നിസ്കാരത്തിൻ്റെ റുക്നുകൾ, വാജിബുകൾ, ഇതൊക്കെ ഇത്ര എണ്ണം തിട്ടപ്പെടുത്തി വ്യക്തമായ ഒരു നെസ് ടെക്സ്റ്റ് വന്നിട്ടില്ല. പണ്ഡിതന്മാർ പ്രമാണവചനങ്ങളെ, തെളിവുകളെ പരതി മനനം നടത്തി, ഗവേഷണം നടത്തി അവർ ഷർത്തുകളെ വേർതിരിച്ചു, റുക്നുകളെ വേർതിരിച്ചു, വാജിബുകളെ വേർതിരിച്ചു. അതുകൊണ്ട് തന്നെ ഈ തെളിവുകളെ പഠനം നടത്തുന്നതിലുള്ള വീക്ഷണ വ്യത്യാസങ്ങളും നിരീക്ഷണങ്ങളിലെ വൈവിധ്യങ്ങളും അതാണ് ഈ ഏറ്റക്കുറിച്ചിൽ ഇവ എണ്ണുമ്പോൾ ഉണ്ടാകുവാൻ കാരണം. ചില ഫുഖഹാക്കൾ ഷർത്തുകളെ 9 എണ്ണി, ചിലർ 10 എണ്ണി. 9 എണ്ണിയവർ ഷർത്തുകളെ 2 വിഭജിച്ചു. ഒന്ന് ഷർത്തു വുജൂബിൻ, മറ്റൊന്ന് ഷർത്തു സിഹത്തിൻ, അല്ലെങ്കിൽ ഷുറൂത്തു വുജൂബിൻ വ ഷുറൂത്തു സിഹത്തിൻ. ഇങ്ങനെ ഷർത്തുകളെ 2 വിഭജിച്ചു. നമസ്കാരം നിർബന്ധമാകുവാനുള്ള ഷർത്തുകളുണ്ട്, നമസ്കാരം സാധുവാകുവാൻ സഹീഹാക്കുവാനുള്ള ഷർത്തുകളുണ്ട്. വുജൂബാകാനുള്ള ഷർത്ത് അത് മുസ്ലിം ആവുക, പ്രായപൂർത്തിയെത്തുക, ബുദ്ധി ഉണ്ടാവുക, തടസ്സങ്ങളിൽ നിന്ന് മുക്തമാവുക, ഇതൊക്കെയാണ്. നമസ്കാരം വുജൂബാകാൻ ഒരാൾ മുസ്ലിം ആയിരിക്കണം. അമുസ്ലിമിൻ്റെ നമസ്കാരം അത് സ്വീകാര്യമല്ല, അവൻ ഇസ്ലാം സ്വീകരിക്കാത്തിടത്തോളം അവൻ്റെ മേൽ വാജിബുമല്ല. ബുലൂഗ് പ്രായപൂർത്തിയാണ്, പ്രായപൂർത്തിയാകുമ്പോഴാണ് ഒരാൾക്ക് നമസ്കാരം വാജിബാകുക. ബുദ്ധി നമസ്കാരം നിർബന്ധമാകുവാനുള്ള ഷർത്താണ്. ചിലർ തമീസ് വകതിരിവിനെയാണ് എണ്ണിയിട്ടുള്ളത്.
വകതിരിവിൻ്റെ പ്രായം 6 വയസ്സ് തികയലാണ്. 7-ാം വയസ്സ് മുതൽ വകതിരിവായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുറു ഔലാദക്കും ബിസ്സലാഹ് വഹും അബ്നാഉ സബ്ഇൻ. 7 വയസ്സുള്ള മക്കളാകുമ്പോൾ നിങ്ങൾ മക്കളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 6 തികഞ്ഞ 7-ാം വയസ്സിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. കാരണം അവർക്ക് തെമീസെത്തി. തെമീസിൻ്റെ വയസ്സ് 6 തികയുക എന്നുള്ളതാണ്. ഇതേപോലെ വൽ ഖുലൂ മിനൽ മവാനിഅ, തടസ്സങ്ങളിൽ നിന്ന് മുക്തമാവുക എന്നുള്ളതും നിർബന്ധമാകാനുള്ള ഷർത്താണ്. ഇപ്പോൾ ഋതുരക്തം, ആർത്തവം, നമസ്കാരം വാജിബാകുന്നതിൻ്റെ തടസ്സമാണ്. ഋതുമതിക്ക് നമസ്കാരം ഇല്ല. അതുകൊണ്ട് തന്നെ ഋതുരക്തം പോലുള്ളതായ തടസ്സങ്ങളിൽ നിന്ന് മുക്തമാവുക, അഖലുണ്ടാവുക, ബുദ്ധി ബുലൂഗെത്തുക, പ്രായപൂർത്തി എത്തുക, അതേപോലെ ഇസ്ലാമായിരിക്കുക. ഈ ഷർത്തുകൾ, ഇതാണ് ഷർത്ത് വുജൂബ്, നിർബന്ധമാകാനുള്ള ഷർത്ത്, നമസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്ത്. ഇത് 4 എണ്ണം. പിന്നെ ശുറൂത്തു സിഹത്തിൻ, ഈ ഷർത്ത് തികഞ്ഞവർ അവരുടെ നമസ്കാരം സാധുവാകുവാൻ, അവരുടെ നമസ്കാരം സഹീഹ ആകുവാൻ പിന്നുള്ള ഷർത്തുകൾ. അതിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച 6 എണ്ണം എണ്ണുന്നവരുണ്ട്. അപ്പോൾ 2 ഷർത്തുകളും കൂട്ടി 10 ഷർത്തുകൾ എണ്ണുന്നവരുണ്ട്. നീയത്തിനെ നിസ്കാരത്തിൻ്റെ ഷർത്തല്ല, അത് നിസ്കാരത്തിൻ്റെ റുക്കിനാണെന്ന് പറഞ്ഞ് 5 ഷർത്തുകൾ എണ്ണുന്ന ഫുഖഹാക്കളുണ്ട്. നിയ്യത്ത് ഒഴിവാക്കി വലിയ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക, നജസിൽ നിന്ന് വെടുപ്പാവുക, ഖിബ്ലക്ക് അഭിമുഖമാവുക, സമയമാവുക എന്നുള്ള ഈ 5 ഷർത്തുകൾ, അതും പിന്നെ വുജൂബാകാനുള്ള ഷർത്തുകളും എണ്ണി 9 എണ്ണിയവരുണ്ട് നീയത്തിനെ കൂട്ടാതെ. ചിലർ വുജൂബായ ആകാനുള്ള ഷർത്തിനെ ഒഴിവാക്കിയിട്ട് സഹീഹ് ആകാനുള്ള ഷർത്തുകൾ 5 എണ്ണം എണ്ണും. നീയത്തിനെ കൂടി ഉൾപ്പെടുത്തി വുജൂബായ ഷർത്തുകൾ ഒഴിവാക്കി നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ 6 എണ്ണം എണ്ണും ചില ഫുഖഹാക്കൾ. എന്തായാലും അതൊക്കെ ഗവേഷണാത്മകമായിട്ടുള്ള ഒരു മസ്അലയാണ്. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ 10 എന്ന് പറഞ്ഞാലും, നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ 9 എന്ന് പറഞ്ഞാലും, നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ 6 എന്ന് പറഞ്ഞാലും, നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 എന്ന് പറഞ്ഞാലും, അതൊക്കെ തെളിവുകളെ പഠനം നടത്തി പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളാണ്. നമസ്കാരം സ്വീകാര്യോഗ്യമാകുവാൻ, അപ്രകാരം നമസ്കാരം നിർബന്ധമാകുവാൻ ഷർത്തുകൾ പണ്ഡിതന്മാർ ഉണർത്തി. നമ്മുടെ ഗ്രന്ഥകാരൻ ഷർത്തുകളിൽ വുജൂബിൻ്റെ ഷർത്തുകളെ ഇവിടെ എണ്ണാതെ സഹീഹിൻ്റെ ഷർത്തുകളെയാണ് ഇവിടെ എണ്ണിയിട്ടുള്ളത്. ഗ്രന്ഥകാരൻ നീയത്തിനെ നമസ്കാരത്തിൻ്റെ അത് സഹീഹാകാനുള്ള ഷർത്തായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. നമസ്കാരത്തിൻ്റെ റുക്കുനുകളിലല്ല അദ്ദേഹം നീയത്തിനെ എണ്ണിയിട്ടുള്ളത്. നീയത്ത് നമസ്കാരത്തിൻ്റെ സിഹത്തിനുള്ള, അത് സഹീഹാകുവാനുള്ള ഷർത്തുകളിൽപ്പെട്ടതാണെന്നത് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായവും വീക്ഷണവുമാണ്. ചില പണ്ഡിതന്മാരാണ് നീയത്ത് നമസ്കാരത്തിൻ്റെ റുക്കിനാണ്, ഷർത്തല്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നീയത്ത് നമസ്കാരത്തിൻ്റെ റുക്കിനാണെന്ന് പറഞ്ഞാലും ഷർത്താണെന്ന് പറഞ്ഞാലും അതിൽ പ്രശ്നമല്ല. നമസ്കാരത്തിൻ്റെ റുക്കിനെ സംബന്ധിച്ചിടത്തോളവും അതേപോലെ ഷർത്തിനെ സംബന്ധിച്ചിടത്തോളവും ഒരാൾ തനിക്കത് എത്തിക്കുവാൻ കഴിവുണ്ടായിട്ടും അതെത്തിച്ചില്ല എങ്കിൽ അയാളുടെ നമസ്കാരം ബാത്തിലാണ്. അത് റുക്കിനാകട്ടെ ഷർത്താകട്ടെ. ഒരാൾക്ക് നമസ്കാരത്തിൻ്റെ റുക്കിനായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം, കഴിവുള്ളവൻ നിൽക്കൽ, സൂറത്തുൽ ഫാത്തിഹ ഓതൽ, റുക്കൂ ചെയ്യൽ, റുക്കോയിൽ നിന്ന് ഉയരൽ, എഴുത്തിദാൽ, സുജൂദ് പോലുള്ളതായ നമസ്കാരത്തിൻ്റെ റുക്കുനുകൾ, നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇതൊക്കെ ഒരാൾക്ക് കഴിവുണ്ടായിട്ടും അയാൾ ചെയ്തില്ല എങ്കിൽ അയാളുടെ നമസ്കാരം ബാത്തിലാണ്, അസാധുവാണ്, അസ്വീകാര്യമാണ്. അത് റുക്കിനിൻ്റെ വിഷയത്തിലും ഷർത്തിൻ്റെ വിഷയത്തിലും വാജിബാണ് എങ്കിൽ, ഉപേക്ഷിച്ചത് എങ്കിൽ സഹുവിൻ്റെ സുജൂദ് കൊണ്ട് ആ വിഷയം പരിഹരിക്കപ്പെടും. എന്നാൽ റുക്കിനും ഷർത്തും കഴിവുണ്ടായിട്ടും ഒരാൾ ചെയ്തില്ല എങ്കിൽ, എത്തിച്ചില്ല എങ്കിൽ അയാളുടെ നമസ്കാരം അസാധുവാണ്, ബാത്തിലാണ്. ഞാൻ ഇത് ഉണർത്തിയത് നിയ്യത്തിനെ കുറിച്ച്, അത് ഷർത്തെന്ന സാങ്കേതികത്വം അതിനെ ഷർത്തെന്നതിനെ വിശേഷിപ്പിച്ചാലും റുക്കിനെന്ന് വിശേഷിപ്പിച്ചാലും അതിൽ പ്രശ്നം വരുന്നില്ല എന്നുള്ളത് ഉണർത്തുന്നതിന് വേണ്ടിയാണ്. നിയ്യത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ ചില മസ്അലകൾ അനിവാര്യമായും അറിയേണ്ടതുണ്ട്. അതിൽ ഒന്ന്, നിയ്യത്തിൻ്റെ സ്ഥാനം അത് നാവാണോ അതല്ല കൽബാണോ? നിയ്യത്ത് കരുതലാണ്. കരുതൽ നാവ് കൊണ്ടല്ല, കരുതൽ കൽബ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ നിയ്യത്തുണ്ടാവുക, അതാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നമസ്കാരം തുടങ്ങിയിരുന്നത് അല്ലാഹു അക്ബർ എന്ന
തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. ഖാന യസ്തഫ്തിഹു സലാത്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ നമസ്കാരം തുടങ്ങിയിരുന്നു തക്ബീർ കൊണ്ട്, അല്ലാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ട്. അതുകൊണ്ട് നമസ്കാരം തുടങ്ങേണ്ടത് അല്ലാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ടാണ്. ചിലർ നമസ്കാരം തുടങ്ങുന്നത് അല്ലാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതുപോലെ. പിന്നെയോ ഒന്നുകിൽ ഉസല്ലി ഫർദ ദുഹർ അല്ലെങ്കിൽ ഉസല്ലി ഫർദൽ അസർ, ഇങ്ങനെ നിയ്യത്ത് ഉച്ചരിച്ചുകൊണ്ടാണ്. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ വന്നിട്ടില്ല. പിന്നെ നിയ്യത്ത് അതിൻ്റെ സ്ഥാനം ഖൽബാണ്, നിയ്യത്ത് കരുതലാണ്, മനസ്സിലാണ് കരുതേണ്ടത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത്തലഫുദു ബിന്നിയ്യത്തി ബിദ്അത്തുൻ, നിയ്യത്ത് ഉച്ചരിക്കുക എന്നുള്ളത്, ചൊല്ലി പറയുക എന്നുള്ളത് ബിദ്അത്താകുന്നു. എന്തുകൊണ്ടാണത് ബിദ്അത്ത് എന്ന് വിധിക്കാൻ കാരണം? നിയ്യത്ത് പറയുക എന്നുള്ളത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിൽ തെളിഞ്ഞിട്ടേ ഇല്ല, തിരുചര്യയിൽ വന്നിട്ടില്ല, അവിടുത്തെ സഹാബികളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ നിയ്യത്ത് അതിൻ്റെ മഹല്ല് സ്ഥാനം ഖൽബാണ്, അത് മനസ്സിൽ കരുതുകയാണ് വേണ്ടത്, ഉച്ചരിക്കാൻ പാടില്ല എന്ന അഭിപ്രായം പറഞ്ഞത്. ഷാഫി മദ്ഹബിലെ ചില ഫുഖഹാക്കളാണ് നിയ്യത്ത് ഉച്ചരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത്. അത് അവരിൽ നിന്നുള്ള ഷാഫി മദ്ഹബിലെ എല്ലാ ഫുഖഹാക്കളുമല്ല, ചില ഫുഖഹാക്കൾ അവരുടെ തഖ്ലീദിൻ്റെ അനുകരണത്തിൻ്റെ ഭാഗമായി കടന്നു വന്ന ഷാഫി മദ്ഹബിനകത്തെ ഒരഭിപ്രായം മാത്രമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളെ തെറ്റായി മനസ്സിലാക്കി നിയ്യത്ത് ഉച്ചരിക്കണം എന്ന് ഇമാം ഷാഫി പറഞ്ഞു എന്ന് ഷാഫി മദ്ഹബിലെ അസുബൈരിയെ പോലുള്ള ചിലർ അഭിപ്രായപ്പെട്ടു. പിന്നെ അത് അനുകരിച്ചും അനുധാവനം ചെയ്തും ചില ഫുഖഹാക്കൾ തുടർന്ന് പറയുകയാണ് ഉണ്ടായത്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയിൽ തെളിയാത്ത, സഹാബത്തിൻ്റെ ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു വിഷയമാണ് നിയ്യത്തുകളെ ഉച്ചരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് ദീനിൽ ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നിയ്യത്ത് അത് തഅയീനിനും തഖ്സീസിനും വേണ്ടിയാണ് എന്ന് ഫുഖഹാക്കളുടെ പ്രസ്താവന കാണാം. നമ്മൾ പറഞ്ഞു നിയ്യത്തിൽ ഇഖ്ലാസാണ്, അമൽ അള്ളാഹുവിനാണ് എന്നുള്ള ഭാഗം. പിന്നെ ഏതൊരമലാണ് നിർവഹിക്കുന്നത് അത് തഅയീനും തഖ്സീസും ചെയ്യൽ അനിവാര്യമാണ്. നിയ്യത്തിൽ കർമ്മം ആർക്ക് എന്നുള്ളതും കർമ്മം ഏത് എന്നുള്ളതും നിർണിതമാവണം. അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമസ്കരിക്കുന്നു, നമുക്ക് ലോകമാന്യതയില്ല, നമ്മൾ നിഷ്കപടമായി നിഷ്കളങ്കമായി നമസ്കരിക്കുന്നു എന്നുള്ള ആ ഒരു വിചാരം, ഭാവം. പിന്നെ നിയ്യത്തിൽ എന്തിനാണ് തഅയീൻ തഖ്സീസ് അമലിന്, കർമ്മത്തിന്? അത് നിയ്യത്തിൽ അനിവാര്യമാണ്. ദുഹർ നമസ്കരിക്കുന്നവൻ തുടക്കത്തിൽ ദുഹറാണ് നമസ്കരിക്കുന്നത് എന്ന് കരുതണം, അസർ നമസ്കരിക്കുന്നവൻ അസറാണ് നമസ്കരിക്കുന്നത് എന്ന് കരുതണം. ഇതേപോലെയാണ് മഗ്രിബും ഇശാ ഫജർ തുടങ്ങിയതൊക്കെ. ഞാൻ കേവലം നമസ്കരിക്കുന്നു എന്നുള്ള ഒരു നിയ്യത്ത് പോരാ, നമസ്കരിക്കുന്നവൻ എന്നൊരു നിയ്യത്തിൽ ദുഹർ നിസ്കരിക്കുക, നിർണ്ണയിക്കാതെ നമസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്തിൽ അസർ നിസ്കരിക്കുക, ഇങ്ങനെ പാടുള്ളതല്ല. അത്തരം നിരുപാധികമായ നമസ്കാരത്തിന് നിയ്യത്ത് അത് മതിയാകില്ല. പിന്നെയോ നിയ്യത്ത് സ്വാഭാവികമായിരിക്കണം. ഏത് നിസ്കാരമാണ് നിസ്കരിക്കുന്നത് അത് നിർണിതായിരിക്കണം എന്നുള്ളതാണ്. അതെന്തിന്, എന്തുകൊണ്ട്? മുഅയ്യനായ നമസ്കാരത്തിൻ്റെ നിയ്യത്തിനേക്കാൾ പൊതുഭാവമുള്ളതാണ് മുത്തലക്കായ നിയ്യത്തുകൾ. ഒരാൾ നമസ്കരിക്കാൻ നിന്നു, കൈകെട്ടി, ദുഹർ നമസ്കാരത്തിനാണ് നിൽക്കുന്നത്, പക്ഷേ ദുഹർ നമസ്കാരമാണെന്നുള്ള നിയ്യത്ത് തഅയീൻ ചെയ്യാതെ നിർണ്ണയിക്കാതെ കൈകെട്ടി, വുളു ചെയ്തു വന്ന് നിസ്കരിക്കാൻ കൈകെട്ടി, അല്ലാഹു അക്ബർ. പിന്നീട് അത് ദുഹറാണ് എന്ന് കരുതിയാൽ അയാളുടെ നമസ്കാരം ശരിയാവുകയില്ല. എന്തുകൊണ്ട്? നിയ്യത്ത് ചെയ്തത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള അയാളുടെ നമസ്കാരം അത് ദുഹറായി പൂർണ്ണമല്ല. ഇപ്രകാരം ഒരാൾ ദുഹർ നമസ്കാരത്തിന് തുടക്കം മുതൽ നിയ്യത്ത് ചെയ്തു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദുഹർ നമസ്കാരം അത് അയാൾക്ക് ഇടയിൽ വെച്ച് സുന്നത്ത് നമസ്കാരമായിട്ട് കരുതാവുന്നതാണ്. അയാൾക്കത് ദുഹർ നമസ്കാരമാവില്ല, പിന്നെ അയാൾ ദുഹർ നമസ്കരിക്കണം. എന്നാൽ ഒരാൾ ദുഹർ നമസ്കാരം എന്ന നിയ്യത്ത് ദുഹറിനെ നിർണ്ണയിക്കാതെ, തഖ്സീസ് ചെയ്യാതെ, തഅയീൻ ചെയ്യാതെ നമസ്കരിച്ചു, നമസ്കാരം തുടങ്ങി, പിന്നീട് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം ഞാനിതിനെ ദുഹർ നമസ്കാരമാക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അയാളിൽ നിന്ന് ദുഹറായി സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ദുഹറായി അയാൾ നമസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ അത് അയാൾ നിയ്യത്ത് ചെയ്തത് മുതൽ മാത്രമാണ്, അത് അപൂർണമാണ്. അതുകൊണ്ട് തന്നെ ഫുഖഹാക്കൾ പറഞ്ഞത് നിയ്യത്ത് അത് തക്ബീറിനോടനുബന്ധിച്ചുണ്ടായിരിക്കണം.
നീയത്ത് അത് തഈനിന് വേണ്ടിയാണ്, തഖ്സീസിന് വേണ്ടിയാണ്. ഏതൊരു ഇബാദത്താണോ ചെയ്യുന്നത്, ഏതൊരു നമസ്കാരമാണോ നിർവഹിക്കുന്നത്, അത് നിർബന്ധ നമസ്കാരമാണ് എങ്കിൽ നിർബന്ധ നമസ്കാരമെന്ന്, റവാത്തിബായിട്ടുള്ള നിസ്കാരമാണോ റവാത്തിബെന്ന്, നാഫിലത്തുകളായിട്ടുള്ള നിസ്കാരമാണോ നാഫിലത്തുകളെന്ന്, അത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന്, ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞില്ലേ, മുഖാരിനത്തുൻ ലിത്തഅബീർ, അല്ലാഹു അക്ബർ എന്ന തഅബീറിനോട് ചേർന്നായിരിക്കണം നീയത്ത്. അതിന് കുറച്ച് മുമ്പായാലും വിഷയമല്ല, പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങുന്നതിനോടനുബന്ധിച്ച് നീയത്തുണ്ടായിരിക്കണം. നീയത്തിൽ കർമ്മം തഈൻ ചെയ്യണം, നിർണിതമാവണം. ഈ ഇടയിൽ വെച്ച് നീയത്ത് വരിക എന്നുള്ളത് അത് ആ അമലിനെ ബാത്തിലാക്കും, ആ കർമ്മത്തെ ബാത്തിലാക്കും. ഇതാണ് ഈ വിഷയത്തിൽ ഒരു മസ്അല അനുബന്ധമായിട്ട് ഉണർത്തുവാനുള്ളത്. ഗ്രന്ഥകാരൻ ഇനി തുടർന്ന് നമസ്കാരത്തിൻ്റെ റുക്കുനുകളെയാണ് ഉണർത്തുന്നത്, അനുസ്മരിക്കുന്നത്. ഈ ഒരു നീയത്തിൻ്റെ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഷാഫഈ മദ്ഹബുകാർ എന്ന് പറയുന്നവർ നീയത്ത് ചൊല്ലി പറയുവാൻ, അതും മറ്റുള്ളവർ കേൾക്കെ, നീയത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിനോട് ഒപ്പമാകുവാൻ കണിശത കാണിക്കുകയും പിന്നെ അത് വസ്വാസാവുകയും സ്വന്തം നമസ്കാരവും മറ്റുള്ളവരുടെ നമസ്കാരവും പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ നീയത്ത് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു, ഷഫീ മദ്ഹബിലെ ചില ഫുഖഹാക്കൾ നീയത്ത് പറയുന്ന വിഷയത്തിൽ അവരുടെ വീക്ഷണം ഉണർത്തിയിട്ടുണ്ട്. നാവ് മനസ്സിൽ മാത്രം ഭാവിച്ചാൽ മതിയോ, നാവ് ചലിപ്പിക്കണമോ? ആ വിഷയത്തിൽ മറ്റു ചില ഫുഖഹാക്കളും നാവ് കൂടി ചലിപ്പിക്കണം എന്ന രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർ കേൾക്കുന്ന രീതിയിലുള്ള ഉച്ചാരണം, നമ്മൾ അല്ലാഹു അക്ബർ ചെല്ലുന്നത് പോലെ ആ രീതിയിൽ ചില ഷാഫി ഫുഖഹാക്കൾ നീയത്ത് ഉച്ചരിക്കുന്നതിനെ ഉണർത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലെ അബൂ ഇസ്ഹാഖ് ഷിറാസിയുടെ ഫിഖ് കിതാബിൽ അദ്ദേഹം പറയുന്നത്, വൻ നീയത്ത് മിൻ ഫുറൂദി സ്വലാഹ്, നീയത്ത് നമസ്കാരത്തിൻ്റെ ഫർദുകളിൽപ്പെട്ടതാണ്. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുമൊഴി പ്രകാരമാണ് നീയത്ത് നമസ്കാരത്തിൻ്റെ ഫർദുകളിൽപ്പെട്ടതാണെന്ന് പറയുന്നത്. കർമ്മങ്ങൾ നീയത്ത് കൊണ്ടാണ്, നീയത്തനുസരിച്ചാണ്. ഓരോ മനുഷ്യനും നീയത്ത് ചെയ്തതാണ് അവർക്കുള്ളത് എന്നറിയിക്കുന്ന തിരുമൊഴി. അത് പ്രകാരം നിസ്കാരത്തിൻ്റെ ഫർദുകളിൽപ്പെട്ടതാണ് നീയത്ത്. വലി അന്നഹ ഖുർബത്തുൻ മഹബ്ബ, നമസ്കാരം അത് മഹബ്ബായ ഒരു പുണ്യാണ്. ഫലം തസിഹ് മിൻ ഗൈരി നീയ, നീയത്ത് കൂടാതെ അതൊരിക്കലും സഹിഹാവുകയില്ല, കസവും നോമ്പിനെ പോലെ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വ മഹല്ലു നീയത്തിൽ ഖൽബ്, നീയത്തിൻ്റെ മഹല്ല് ഖൽബ്, ഹൃദയമാകുന്നു. ഫഇന്നമാ ബി ഖൽബിഹി, ഒരാൾ ഖൽബ് കൊണ്ട് കരുതി, ദൂന ലിസാനിഹി, നാവിനെ കൂടാതെ, അതായത് നാവ് കൊണ്ട് ഉച്ചരിക്കാതെ മനസ്സുകൊണ്ട് കരുതിയിട്ടുണ്ട് എങ്കിൽ അജ്സഅഹു, അത് മതി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വമിൻ അസ്ഹാബിന മൻ ഖാല യൻവി ബിൽ ഖൽബി വയതറഫദു ബിൽ ലിസാൻ, നമ്മുടെ അസ്ഹാബിൽ അഥവാ ഷാഫി മദ്ഹബിൽപ്പെട്ടവരിൽ ചിലർ പറഞ്ഞു, യൻവി ബിൽ ഖൽബ്, ഖൽബ് കൊണ്ട് കരുതുകയും വയതലഫദു ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുക എന്ന്. വലൈസ ബിശൈഇൻ, എന്നിട്ട് അദ്ദേഹം പറയണം അത് അങ്ങനെ അത് ശരിയല്ല, ആ വീക്ഷണം പരിഗണനീയമല്ല. ലിഅന്ന നീയ, കാരണം നീയത്ത് ഹിയൽ ഖസ്ദു ബിൽ ഖൽബ് കൊണ്ട് കരുതലാകുന്നു. ഇതാണ് അബൂ ഇസ്ഹാഖ് ഷിറാസി മുഹദ്ദബിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വരികൾ. നമുക്കറിയാം അൽ മജ്മൂ ഷറഹുൽ മുഹദ്ദബ്, ഈ മുഹദ്ദബ് എന്ന കിതാബിൻ്റെ ഷറഹാണ് ഇമാം നവവിയുടെ അൽ മജ്മൂ. ധാരാളം വാള്യങ്ങളായിട്ട് ഇമാം നവവി ഈ മുഹദ്ദബിനെ ഷറഹ് ചെയ്തിട്ടുണ്ട്. മുഹദ്ദബ് 2 വാള്യങ്ങളിലുള്ള ഫിഖ് കിതാബാണ്. പക്ഷേ ഇമാം നവവി അതിനെ ഷറഹ് ചെയ്തപ്പോൾ അത് 34-35 വാള്യങ്ങളിലായിട്ടാണ് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ളത്. മുഹദ്ദബിൻ്റെ വിപുലമായ വ്യാഖ്യാനമാണ് ഇമാം യഹ്യ ഷറഫുൻ നവവിയുടെ അൽ മജ്മൂ. ഇമാം നവവി അതിൽ പറയുന്നത്, ഫഇന്നമാ ബി ഖൽബിഹി, ഒരാൾ തൻ്റെ ഖൽബ് കൊണ്ട് കരുതി, വലം യതറഫദ് ബി ലിസാനിഹി, നാവ് കൊണ്ട് ഉച്ചരിച്ചില്ല എങ്കിൽ അജ്സഅഹു അലൽ മദ്ഹബ്, ഷാഫി മദ്ഹബ് പ്രകാരം അത് മതിയാകും. വബിഹി ഖതഅൽ ജുംഹൂർ, എന്ന് മാത്രമല്ല ഭൂരിപക്ഷം ഷാഫി മദ്ഹബുകാരും ഈ അഭിപ്രായമാണ് ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളത്. വഫിഹി അൽ വജ്ഹുല്ലദീ ദക്കറഹുൽ മുസന്നിഫ് വദക്കറഹു ഗൈറുഹു, ഈ ഭൂരിപക്ഷത്തിൻ്റെ മനസ്സിൽ കരുതിയാൽ മതി, നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതില്ല, അത് മതിയാകുമെന്നുള്ളത്, അതാണ് ഗ്രന്ഥകാരൻ ഇവിടെ ഉണർത്തിയതായ വജ്ഹ്.
ഗ്രന്ഥകാരനല്ലാത്തവരും അത് ഉണർത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വഖാല സാഹിബുൽ ഹാവി ഹുവ ഖൗലു അബി അബ്ദുല്ല അസ്സുബൈരി ഇന്നഹു ലാ യുജ്സിഉഹു ഹത്താ യജ്മഅ ബൈന നിയ്യത്തിൽ ഖൽബി വ തലഫുദിൽ ലിസാൻ. അൽ ഹാവിൽ ഫതാവയുടെ ഗ്രന്ഥകാരൻ പറഞ്ഞു, അബു അബ്ദുള്ള അസ്സുബൈരിയുടെ അഭിപ്രായമാണ് എന്ത്, ഖൽബ് കൊണ്ടുള്ള നീയത്തും നാവ് കൊണ്ടുള്ള ഉച്ചാരണവും ഒന്നിക്കണം, എങ്കിലേ നീയത്ത് മതിയാകും. കേവലം മനസ്സിൻ്റെ കരുതൽ പോരാ, നാവ് കൊണ്ട് ഉച്ചരിക്കുക കൂടി വേണം, എന്നെങ്കിലേ ശരിയാകൂ എന്ന അബു അബ്ദുള്ള അസ്സുബൈരിയുടെ വാദമാണ്. ലഅന്ന ശാഫിഈ റഹിമഹുല്ലാ ഖാല ഫിൽ ഹജ്ജ് ഇദാ നവ ഹജ്ജൻ ഔ ഉംറതൻ അജ്സഅ വഇൻ ലം യതലഫദ്. അബു അബ്ദുള്ള അസ്സുബൈരി നിയത്ത് പറയണം എന്ന് പറഞ്ഞതിന് ഇമാം ഷാഫി ഹജ്ജിൻ്റെ വിഷയത്തിൽ പറഞ്ഞു, ഹജ്ജിന് ഉംറക്ക് ഒരാൾ കരുതി എങ്കിൽ അജ്സ അത് മതിയാകും, മനസ്സിൽ കരുതിയാൽ മതിയാകും. വഇൻ ലം യതലഫദ് ഉച്ചരിച്ചിട്ടില്ലെങ്കിലും. വലൈസ കസ്സലാ ഇമാം ഷാഫി പറഞ്ഞു, നമസ്കാരത്തെ പോലെയല്ല ഹജ്ജും ഉംറയും. ലാ തസിഹു ഇല്ലാ ബിന്നുത്ഖ്, നമസ്കാരം അത് ഉച്ചരിച്ചെങ്കിലേ ശരിയാവുകയുള്ളൂ. ഇത് അബു അബ്ദുള്ള സുബൈരി ഇമാം ഷാഫിയുടേതായി പറഞ്ഞതാണ്. ഖാല അസ്ഹാബുന, ഇമാം നവവി പറയുകയാണ്, ഞങ്ങളുടെ അസ്ഹാബ് പറഞ്ഞു, ഷാഫി മദ്ഹബിലെ അസ്ഹാബ് പറഞ്ഞു, ഗലത ഹാദൽ ഖായിൽ, അബു അബ്ദുള്ള സുബൈരി ഈ പറഞ്ഞത് തെറ്റാണ്, അയാൾക്ക് അബദ്ധം പറഞ്ഞു. വലൈസ മുറാദു ശാഫിഈ ബിന്നുത്ഖ് ഫിസ്സലാ ഹാദാ ബൽ മുറാദുഹു അത്തക്ബീർ. ഇമാം ഷാഫി ഒരിക്കലും നമസ്കാരത്തിൽ നുത്ഖ് വേണം എന്ന് പറഞ്ഞത് നീയത്തിനെ കുറിച്ചല്ല. പിന്നെയോ ഇമാം ഷാഫിയുടെ ഉദ്ദേശം തക്ബീറാണ്. എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു അക്ബർ എന്ന തക്ബീർ പറയണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അബു അബ്ദുള്ള സുബൈരി മനസ്സിലാക്കിയത് അത് നീയത്ത് പറയണം എന്നുള്ളതാണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബുകാർ പറഞ്ഞതായിട്ട് പറയുകയാണ്. അബു അബ്ദുള്ള സുബൈരിക്ക് ഈ വിഷയത്തിൽ തെറ്റുപറ്റി. എന്നിട്ട് ഇമാം നവവി പറയുകയാണ്, വലൗ തലഫ്ഫള ബിലിസാനിഹി വലം യൻവി ബി ഖൽബിഹി ലം തൻഅഖിദ് സലാത്തുഹു ബിൽ ഇജ്മാഇ ഫീഹി. ഒരാൾ നാവ് കൊണ്ട് ഉച്ചരിച്ചു, ഖൽബ് കൊണ്ട് കരുതിയിട്ടില്ല എങ്കിൽ അയാളുടെ നമസ്കാരമാവുകയില്ല എന്നുള്ളത് ഇജ്മാ ഉള്ള വിഷയമാണ്. ഒരാൾ നാവ് കൊണ്ട് ഉച്ചരിച്ചു പക്ഷെ മനസ്സിൽ കരുതിയിട്ടില്ല എങ്കിൽ അയാളുടെ നമസ്കാരം സ്വീകാര്യമല്ല. ഖദാ നഖല അസ്ഹാബുന അൽ ഇജ്മാ ഫീഹി എന്നാണ് ഷാഫി മദ്ഹബ് ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്ത്, മനസ്സിൻ്റെ ഖൽബിൻ്റെ നിയ്യത്തില്ലാതെ നാവുകൊണ്ട് ഉച്ചാരണം മാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ പ്രധാനം മനസ്സിൻ്റെ നീയത്താണ്, നാവുകൊണ്ട് ഉച്ചരിച്ചിട്ടില്ല എങ്കിലും ശരിയാകും എന്നുള്ളതാണ്. ഏതായാലും ഒരു വിഷയം ഞാനിങ്ങനെ ഇവിടെ കേൾപ്പിച്ചത്, നമ്മുടെ നാട്ടിൽ ഈ ഷാഫിഈ മദ്ഹബുകാർ എന്ന് പറയുന്നവർ നമസ്കരിക്കാൻ നിന്നാൽ നീയത്ത് ഉച്ചരിക്കും. ആ നീയത്ത് ഉച്ചരിക്കൽ അത് അവരും വസ്വാസിലാവുന്നുണ്ട്, അടുത്ത് നമസ്കരിക്കുന്നവരെ വസ്വാസിലാക്കുന്നുമുണ്ട്. കാരണം പലരും തികഞ്ഞ വസ്വാസിലാണ്. നീയത്ത് വേണം, ആ നീയത്ത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന് വേണം. അതുകൊണ്ട് ചേരാൻ വേണ്ടിയിട്ട് നീയത്ത് ചെയ്യുക, പിന്നെ അത് മുറിക്കുക, വീണ്ടും നീയത്ത് ചെയ്യുക, എന്നിട്ട് തക്ബീർ ചൊല്ലുക, തക്ബീറിനോടൊത്തോ എന്നുള്ളത് ഒന്ന് താരതമ്യം ചെയ്യുക. അപ്പോഴത്തേക്ക് ജമാഅത്ത് നമസ്കാരമാണ് എങ്കിൽ ഇമാമ് തക്ബീർ ചൊല്ലി സൂറ ഫാത്തിഹ ഒക്കെ ഓതുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കബ്ബറൽ ഇമാമു ഫകബ്ബിറു, ഇമാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയണമെന്നാണ്. വ ഇദാ ഖറഅ ഫഅൻസിതു, ഇമാം ഓതുയാൽ നിങ്ങൾ മൗനം ദീക്ഷിക്കണമെന്നാണ്. പക്ഷേ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചാൽ ഉടനെ ഇമാമും തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുന്നില്ല, കാരണം നീയത്തിൽ വസ്വാസിലാകുകയാണ്. ഇമാം ഫാത്തിഹ ഓതിയിട്ടുണ്ടെങ്കിൽ പിന്നിൽ നമസ്കരിക്കുന്ന പല മുഅ്മിനീങ്ങളും ആ ഫാത്തിഹയ്ക്ക് കാതോർക്കുവാൻ ശ്രദ്ധ കൊടുക്കാൻ സമയം കാണുന്നില്ല, കാരണം ഈ നീയത്തിൽ മശ്ഗൂലാകുന്ന ഒരു അവസ്ഥയാണ്. പലരിലും ഇത് നന്നായി നുഴലിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം അല്പം ഒന്ന് വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി ഫുറൂഉൽ ഫിഖ്ഹിൽ നമസ്കാരത്തിൻ്റെ റുക്നുകളെക്കുറിച്ച് പറയുന്ന ഭാഗം അത് തുടർന്ന് പഠിക്കാം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അള്ളാഹു നമുക്ക് ഏവർക്കും അവൻ്റെ ദീനിൽ ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.